ഇതുപോലെ അകന്തമൂത്തൊരു പെണ്ണും പൊണ്ണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നോ, സത്യമായിട്ട് ഞാനും കണ്ടിട്ടില്ല കേട്ടോ. എടി കുടുംബശ്രീക്ക് പോകണ്ടേ? ഇങ്ങനെ മുടിയും ചെയ്ത് നിന്നാ മതിയാ? ഓ, സിനിമക്കൊന്നുമല്ല പോണ്ടേ, കുടുംബശ്രീക്കല്ലേ? അതൊക്കെ പോട്ടെ, കുടുംബശ്രീക്ക് പ്രാർത്ഥന വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആരാണ് മോള് ദേ എഴുതിക്കൊണ്ടതാക്കണ കണ്ടില്ലേ? നിന്ന് മൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. കേട്ടോ, ലേഡികൾ ഒന്നിച്ചുകൂടി അതിലൊരു മുതലേടി സെക്രട്ടറിയുമായി അന്നോ പറയുന്ന കുറ്റങ്ങളെല്ലാം നന്നായി പറയണം. ശംഭോ ശിവശംഭോ. കൊള്ളാം കേട്ടോ. ഇന്നലെ തരാനുള്ള പൈസയും തന്നെ. അല്ല, ഇന്നലെ നിങ്ങൾ ടി വി ഉണ്ടോ? എന്തായാലും പുതിയ സീരിയൽ ഓടിക്കുക. പിന്നെ ഇന്നലെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിലെ ഇന്ത്യയുടെ ഒരു സിംഗ് 65 കിലോ പൊക്കിയെന്ന്. അതാണ് ഇത്ര വലിയ കാര്യം. ചക്കേല സുമാരൻ 85 കിലോ എടുത്ത് ഡിസ്പ്രാസം പൊക്കി മോലിട്ട് വട്ടം കറക്കും. അതെങ്ങനെ നേരത്തെ ഇത്ര കൃത്യമായിട്ട് അറിയാന്ന്? എന്റെ വെയിറ്റ് എനിക്ക് പിന്നെ അറിയാൻ പാടില്ല. എന്റെ ദൈവമേ, അതൊക്കെ എന്റെ ചേട്ടൻ എന്നെ സ്നേഹമെന്നറിയാം എന്നോട്. ഞാൻ പറയുമ്പോ നിങ്ങൾ പറയാം പൊക്കി പറയുവാന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകും, പാർക്കിൽ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും, ഹോട്ടലിൽ കൊണ്ടുപോകും. ഹോട്ടലിൽ പോവും. പേടിയില്ല? എന്തിനാ പേടിക്കണെന്തിനാ? റൈഡ്. ഞാൻ എന്റെ കെട്ടിയത് കൂടിയാ ഹോട്ടലിൽ പോകുന്നത്. ഓ, ഞാൻ വിചാരിച്ച് ചേട്ടൻ പറഞ്ഞപ്പോ വിചാരിച്ച് വേറെ ചേട്ടന്മാരെ വായിക്കുന്ന വലിയ കക്കലുണ്ടോ? അതൊക്കെ എന്ത് ചേട്ടൻ ഭയങ്കര അഹങ്കാരിയാന്നേ. രാവിലേക്ക് മുറ്റടിക്കും, പാത്രം കഴുകും, പിന്നെ കഞ്ഞിയും കറിയൊക്കെ വെക്കും. പക്ഷെ ഒരു കാര്യമുണ്ടെന്ന്, അതല്ലേടി വിളമ്പി തരൂല. എനിക്ക് തരാൻ പറയടി. ഇതൊക്കെ പറഞ്ഞാലും നാളെ വീട്ടിൽ വേലക്കാരെന്തിനാ പറഞ്ഞു വിട്ട്? പിന്നെ കെട്ടിയെ പറഞ്ഞുവിടാൻ പറ്റും. ഇവിടുത്തെ വേലക്കാരി ഫുൾട്ടും ഛർദിയാന്നേ. അതെന്തായാലും വയറ്റി പിടിക്കാതെ വരെ കഴിച്ച ഒരു കല്യാണം കഴിച്ചു. അത് നന്നായി. ഇത് കെട്ടിയതിനൊരു കുഴപ്പമില്ലാണ്ടിട്ടുണ്ടല്ലോ. വൃത്തിയായിട്ട് വാക്കിയാ പറയുള്ളൂ. നീ വർത്താനം എന്നോട് പറയരുത്. അതൊക്കെ എന്റെ അച്ഛൻ എന്റെ അമ്മേനെ പൊന്നു പോലെ നോക്കി അറിയാമോ? ഓ, അപ്പൊ ഒന്ന് പറയാൻ പറ്റ കാര്യം നാട്ടിലൊക്കെ പാട്ടാണ്. എന്തെങ്കിലും പറയിക്കില്ല. ഈ തള്ളയുടെ പെൺമക്കളെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാവോ? അവർക്ക് പറയാൻ അറിയാൻ പാടില്ലാറ്റാണ്. ഞാനാണ് കേറ്റ് പറഞ്ഞു. തള്ളയുടെ മൂന്നാമത്തെ മകളെ പെണ്ണുകാണുന്നത് എന്തായി? അത് നടന്നില്ല. അതെന്താ? ഒന്നീ പഴച്ച 3 നാളിലെ ശാസ്ത്രം പറയണത്. ഇതൊക്കെ പറഞ്ഞാലേ നാണിത്തള്ളയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് എന്നെ കെട്ടിച്ചയച്ചത്. എന്ത് കഷ്ടല്ലേ. കെട്ടുപൊട്ടും തിരിയാത്ത കാലത്ത് നിർബന്ധിച്ച് വീട്ടുകാർ കെട്ടിക്കാന്ന് വെച്ചാല് ഞങ്ങള് നിർബന്ധിച്ച് കെട്ടിച്ചയച്ച എന്താന്ന് വെച്ചാല് 10 വയസ്സിൽ വേരിയാടിയപ്പോ ഞങ്ങളെ പിടിച്ചതാണ്. പിന്നെ അയൽക്കൂട്ട പെണ്ണുങ്ങൾക്ക് ധാരാളം തൊഴിൽ ദിവസങ്ങൾ വരുന്നുണ്ട്. നാല് വേണം അതിന് ചുക്കാൻ പിടിക്കാൻ. പിന്നെ ചുക്കാനുകൾ പിടിച്ചിട്ടുണ്ട് എന്നെ പോലീസ് പിടിച്ചിട്ട് പോകാൻ. അല്ലെങ്കിൽ പോലീസ് പിടിക്കാനുള്ള പണിയൊക്കെ നിങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്ത് കാര്യത്തിന്? നിങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ പേരിൽ കാശടിച്ച് മാറ്റി ബാങ്കിൽ ഇട്ടിട്ടുള്ള കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാൻ കേട്ടോ. തോന്നാസം പറയരുത്. ഞാൻ അയൽക്കൂട്ടത്തിന്റെ പേരിൽ കാശടിച്ച് ബാങ്കിൽ ഇട്ടിട്ടില്ല. അത് ശരിയാണ്, ഞാൻ കേട്ടു. സത്യം സത്യം, ഞാൻ അയൽക്കൂട്ടത്തിന്റെ പേരിൽ കാശടിച്ച് ബാങ്കിൽ ഇട്ടിട്ടില്ല. സത്യം സത്യം സത്യം. നിങ്ങൾ കല്ല് വെച്ച് തൊണ്ട പറയില്ല. തങ്കം പറഞ്ഞു, എലിയാൻ പറഞ്ഞു, ചിന്നമ്മ പറഞ്ഞു നിങ്ങൾ അയൽക്കൂട്ടത്തിന്റെ പേരിൽ കാശടിച്ച് മാറ്റി ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന്. ആരൊക്കെയാണ് ഈ നുണ പറഞ്ഞുണ്ടാക്കണത്? അയൽക്കൂട്ടത്തിന്റെ പേരിൽ ഞാൻ കാശടിച്ച് മാറ്റിയിട്ടില്ല. ഞാൻ എന്റെ പേരിൽ കാശടിച്ച് മാറ്റി ബാങ്കിൽ ഇട്ടിട്ടുണ്ട്.